കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, PPE കിറ്റ് അഴിമതി ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് പ്രതിപക്ഷം. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ വിചിത്രമെന്ന് തോന്നുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ PPE കിറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. 500 രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ വില കൂടുതലെന്ന് പറഞ്ഞ് തഴയുന്നു. അതിനുശേഷം പരിഗണിച്ചത് 1500 രൂപയ്ക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന കമ്പനിയാണ്. ഇതിനെന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും ഒക്കെ സഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തരത്തിലൊരു അസാധാരണമായ നടപടികൾ തോന്നിപ്പിക്കുന്ന പ്രവൃത്തികളിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ വിശദീകരണങ്ങൾ വിലപ്പോകുമോ? CAG റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ കോവിഡ് കാലത്തെ കിറ്റുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ചില പരാമർശങ്ങൾ വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 2020 ഓഗസ്റ്റ് മാസം 23-ാം തീയതി അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി 550 രൂപ നിരക്കിൽ 25,000 കിറ്റ് വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അവർ വില കുറയ്ക്കില്ല എന്ന് പറഞ്ഞ് വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം 5,000-ആയി പിന്നീട് കുറച്ചു. അന്ന് രാത്രി തന്നെ സാൻ ഫാർമയിൽ നിന്ന് 1,550 രൂപയുടെ നിരക്കിൽ 15,000 കിറ്റുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയുള്ള മുഴുവൻ തുകയും ഈ കമ്പനിക്ക് മുൻകൂറായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കൂടിയ വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിന് കൂടുതൽ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഡോക്യുമെന്റുകൾ അടക്കം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉയർത്തിക്കാണിച്ചു. കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് സാൻ ഫാർമയെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 550 രൂപയ്ക്ക് കിറ്റ് നൽകിയ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് 5,000 കിറ്റുകൾ മാത്രമാണ്. 1,550 രൂപ നിരക്കിൽ കിറ്റ് നൽകിയ കമ്പനിയിൽ നിന്ന് 15,000 കിറ്റ് വാങ്ങിയതുമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം. അതിന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജും പിന്നീട് സഭയിൽ മറുപടി നൽകി. വീണ ജോർജ് പറഞ്ഞത് വലിയ പ്രതിസന്ധിയിലൂടെ ലോകം മുഴുവൻ കടന്നുപോയൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പണത്തിനല്ല സർക്കാർ പ്രാധാന്യം കൊടുത്തത്, മനുഷ്യജീവനാണ്. അവിടെ ഏത് വിധേനയും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കാണാതെ ഇതിലെ വിലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നത് ഔചിത്യമല്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി അതിന് നൽകിയ മറുപടി. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. PPE കിറ്റ് അഴിമതി ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് പ്രതിപക്ഷം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിൽ നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു. കോൺഗ്രസ് തലപ്പത്തെ ഭിന്നത UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന ആവശ്യം ഘടകകക്ഷി പ്രതിനിധികൾ UDF കൺവീനറെ അറിയിക്കും. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ 19-ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതോടെ പാർട്ടിയിൽ അത് ഐക്യത്തിന്റെ കാഹളമായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ പ്രസ് നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നതായാണ് വിവരം. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് സൂചന. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സെലക്ടീവ് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് VD സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇതിൽ വിയോജിപ്പറിയിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ തന്ത്രങ്ങളെന്ന നിലപാടിലാണ് എതിർചേരി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് കൊമ്പുകോർത്തിട്ടും മുതിർന്ന നേതാക്കളടക്കം സതീശനെ പ്രതിരോധിക്കാതിരുന്നത് മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം
തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും UDF നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. മുന്നണി മാറ്റത്തിന് നീക്കം നടത്തുന്ന NDA ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. ഫോണിൽ വിളിച്ച് ജാവദേക്കർ അനുനയ നീക്കം നടത്തിയതിനാൽ 15 ദിവസം കൂടി കാത്തിരിക്കാനാണ് കേരളത്തിലെ NDA ഘടകകക്ഷികളുടെ തീരുമാനം. BDJS ഒഴികെ 5 ഘടകകക്ഷികളാണ് തിരുവനന്തപുരത്തെ യോഗം ചേർന്നത്. 15 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കാണാൻ സൗകര്യമൊരുക്കാമെന്ന് ജാവദേക്കർ അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു. NDA യോഗം പോലും വിളിക്കുന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. LDFിലേക്കോ UDFിലേക്കോ പോകുന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും നേതാക്കൾ അറിയിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള അതിരപ്പള്ളി വനമേഖലയിലെ തെരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. ദൌത്യസേനാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അതിരാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയെങ്കിലും ആനയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് വനംവകുപ്പ്. കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതയ്ക്കുന്ന ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പു നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കുന്നു എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെയാണ് കൂരങ്കൽ സ്വദേശി സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ ആന വീണത്. ആൾമറയില്ലാത്ത കിണറിന്റെ ഒരു ഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർത്ത ശേഷം ആനയെ പുറത്തെത്തിക്കാനാണ് വനംവകുപ്പ് നീക്കം. 25 അടി താഴ്ചയിലുള്ള കിണറ്റിലാണ് കാട്ടാന കിടക്കുന്നത്. പുറത്തെത്തിക്കുമ്പോൾ പ്രകോപിതനാകാനുള്ള സാധ്യതയെ പരിഗണിച്ച് ആനയെ മയക്കുവെടിവെക്കാനുള്ള നടപടികളിലേക്ക് കടന്നതായി വനം വകുപ്പ് അറിയിച്ചു. ആന കിണറ്റിൽ വീണതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആനയെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന വനമേഖലയിൽ തുറന്നുവിടില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് മാസങ്ങളായിട്ട് ഇവിടെയുള്ള സാധനമാണ്. ഇത് കൃഷിയുടെ മാത്രം നശിപ്പിക്കുന്ന സാധനം, അല്ലാതെ ഇത് വേറെ ഉള്ള കൂട്ടത്തിൽപ്പെട്ട സാധനമല്ല. ഇത് ഒറ്റയാനാണ്, ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന സാധനമാണിത്. ഇതിലെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങും, കൃഷിയിടത്തിൽ നിന്ന് പോവില്ല. മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇതിനെ ഓടിച്ച് ഫോറസ്റ്റിൽ കയറ്റിയതാണ്. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി 9 മണിയായപ്പോൾ ഇത് റോട്ടിലിറങ്ങി. ഇപ്പൊ റോട്ടിലാണ് പരിപാടി. ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ ജില്ല വീട്ട് ഈ സുഹൃത്തിന്റെ വീടിന്റെ മിറ്റത്തിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിപ്പോയത്. ഒരു 5:30 ആയപ്പോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 4 മണി 5 മണിയാകുമ്പോൾ ആളുകൾ ടാപ്പിന് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇറങ്ങിയെങ്കിലും ഈ കഴിഞ്ഞ രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇതിന്റെ അടിപ്പെടേണ്ടതാണ്. ഇന്നലെ രാത്രി ഒരു ബൈക്കാരൻ ഈ ആനയുടെ മുമ്പിൽ പെട്ടതാണ്. എന്നിട്ട് ഇതിനകത്ത് പിന്നെ കാട്ടിലേക്ക് അയച്ചുവിട്ട് എന്താ കാര്യമുള്ളത്? നാട്ടുകാർക്ക് പിന്തുണയുമായി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി. ഞങ്ങൾ 1.5 വർഷം മുമ്പ് DFOന്റെ അടുത്ത് നിലമ്പൂര് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി 2 MLAമാർ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയ പ്രകാരം സോളാർ ഫെൻസിങ്ങും റെഞ്ചിങ്ങും ഒക്കെ ഓഫർ തന്നാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. പിന്നെ ഇപ്പൊ അവസാന ഘട്ടത്തിൽ കുറച്ച് ഫെൻസിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും വേണ്ട രീതിയിലുള്ള പണി നടക്കണില്ല. കരാറുകാരെ ഞങ്ങൾ നിരന്തരം വിളിക്കാറുണ്ട്. ഇവിടുത്തെ പ്രശ്നം കൊണ്ട് ഏകദേശം 1.5 മാസമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 7 കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നതിനിടെയാണ് ആനകളിലൊന്ന് കിണറ്റിൽ വീണത്. ന്യൂസ് 18 കോഴിക്കോട്. CPM സമ്മേളനത്തിന് സംഭാവന നൽകാത്തതിന് പമ്പുടമയോട് പ്രതികാര നടപടി. ഇന്ധന സംഭരണശാലയിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ അനുവദിച്ചില്ലെന്ന് പ്രവാസിയായ പെട്രോൾ പമ്പുടമ. ന്യൂസ് 18 വാർത്ത നൽകിയതോടെ CPM നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ചേട്ടൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഒരു 1000 രൂപ കൊടുത്തേക്കാം. 1000 രൂപയാണ് ഒരു വണ്ടി കയറുമ്പോ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാൻ. അതൊരു അവർക്ക് അനാഥപ്പുഴയ്ക്ക് മേടിച്ചു കൊടുക്കാറില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒന്നും ഉണ്ടാകുമ്പോല്ല. പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ. തിരുവനന്തപുരം കഠിനംകുളം പെട്രോൾ പമ്പ് ഉടമ അശ്വിന്റെ ലോറി ഇന്നലെ വൈകിട്ട് ഇന്ധനം നിറയ്ക്കാൻ എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ സംഭരണശാലയിലേക്ക് എത്തിയതാണ്. പാർട്ടി സമ്മേളനത്തിന് 10,000 രൂപ സംഭാവന നൽകാതെ ലോറി അകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് CITU നേതാവ് ബാബു ഭീഷണിപ്പെടുത്തി. താനും CPM പ്രവർത്തകനാണെന്നും പാർട്ടി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അശ്വിൻ അറിയിച്ചതോടെ 5,000 രൂപ പാർട്ടിക്ക് സംഭാവന നൽകണമെന്നായി ആവശ്യം. ഇത് നിരസിച്ചതോടെ ലോറി തടഞ്ഞു. പിന്നീട് AR റഹീം MP ഇടപെട്ടാണ് ലോറി വിട്ടു നൽകിയത്. ഇന്ന് രാവിലെ 7 മണിക്കെത്തിയ അശ്വിന്റെ തന്നെ മറ്റൊരു ലോറി വീണ്ടും ബാബു തടഞ്ഞു. പണം നൽകാതെ ലോറി വിട്ടു നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തേണ്ട ലോറിയാണ് മണിക്കൂറുകളോളം പിടിച്ചിട്ടത്. ഈ ബാബു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് എന്റെ വണ്ടി മാറ്റിയിരിക്കാൻ അവിടെ പറ്റുമോ എനിക്കറിയാം.
അയാൾ പറഞ്ഞതിന്റെ പേരിൽ എന്റെ വണ്ടി ഇപ്പോഴും മാറ്റിയിരിക്കുക. അവിടെ ഇന്നും മറ്റേ പമ്പിന് ലോഡുള്ളതാണ്. അവർക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് അവരുടെ പമ്പ് ഇന്ന് ഉച്ചയ്ക്ക് ഡ്രൈ ആവും. അപ്പൊ ഈ ബാബു എന്ന് പറഞ്ഞ ആള് ഒന്നിന്റെ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. ആ പമ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും ബാബുവിന്. ന്യൂസ് 80 വാർത്തയെ തുടർന്ന് CPM നേതാക്കൾ ഇടപെട്ടു. ലോറി ഇന്ധനം നിറയ്ക്കാൻ വിട്ടു നൽകണമെന്ന നിർദ്ദേശം നൽകി. മാധ്യമങ്ങൾ എത്തിയതറിഞ്ഞ CITU നേതാവ് ബാബു ഓഫീസിൽ നിന്നും മുങ്ങി. 1 മണിയോടെയാണ് ഇന്ധനം നിറച്ച് ലോറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ തെരുവു നായയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അബ്ദ്യ ബത്തൂനാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 8:45ഓടെയാണ് സംഭവം. മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന 2 വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് നായ പാഞ്ഞെടുത്തത്. ഒരു കുട്ടി മറ്റൊരു ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പാറക്കടവ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ ശല്യം രൂക്ഷമാണ്. ഹൈദരാബാദിൽ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചെന്ന് ഭർത്താവിന്റെ കുറ്റസമ്മതം. മുൻ സൈനികനായ ഗുരുമൂർത്തിയാണ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 35-കാരിയായ വെങ്കട്ടമാധവിയാണ് കൊല്ലപ്പെട്ടത്. കേട്ടാൽ അറയ്ക്കുന്നതും മനസ്സ് മരവിപ്പിക്കുന്നതുമായ അതിക്രൂര കൊലപാതകം. ആന്ധ്രയിലെ പ്രകാശം സ്വദേശി ഗുരുമൂർത്തി ഭാര്യ വെങ്കിട്ട് മാധവിയോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരത. ജില്ലേലഗുഡയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ശുചിമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊന്നു. ശരീരം നുറുക്കി കഷ്ണങ്ങളാക്കി. പിന്നീട് എല്ലും മാംസവും വേർതിരിച്ചു. എന്നിട്ടും തീർന്നില്ല പക. വെട്ടി നുറുക്കിയ ശരീരഭാഗങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു. ശേഷം പാക്കറ്റുകളിലാക്കി മീർപെട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതകൾ അക്കമിട്ട് നിരത്തി പ്രതിയുടെ കുറ്റസമ്മതം. 16-ാം തീയതിയാണ് വെങ്കിട്ട് മാധവിയെ കാണാനില്ലെന്ന് മാതാപിതാക്കളും ഒപ്പം ഗുരുമൂർത്തിയും മീർപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഗുരുമൂർത്തിയെ പോലീസിന് സംശയമുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. 13 വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത്. 2 മക്കളുമുണ്ട്. മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ കാഞ്ചൻബാഗിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ്. തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്. ന്യൂസ് 18 ഹൈദരാബാദ്. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസണാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിന്റെ വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതി ജോൺസൺ താമസിച്ച മുറിയിൽ പോലീസ് പരിശോധന നടത്തി. പെരുമാതുറയിൽ ഇയാൾ വാടകയ്ക്കെടുത്ത മുറിയിലാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് തിങ്കളാഴ്ചയാണ് പ്രതി അവസാനമായി പുറത്തേക്ക് പോയത്. ചൊവ്വാഴ്ചയായിരുന്നു വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 82ാം ഷോറൂം തിരുവനന്തപുരം കിളിമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N. സലീൽ ഉദ്ഘാടനം ചെയ്തു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, കിരൺ വർഗീസ്, മരിയ കിരൺ, അജോ പിട്ടാപ്പിള്ളിൽ, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ സാമുവൽ കുന്നുംപുറത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ആനിവേഴ്സറി ആഘോഷങ്ങളുടെയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെയും ഭാഗമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ വാവ് സെയിൽ ഓഫറുമുണ്ട്. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യം നൽകിയത്. 6 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജാമ്യം. കേസിൽ CPM ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കം 5 CPM നേതാക്കൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി.